ബിഗ് ബോസ് സീസൺ 8ലേക്ക് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തെലുങ്ക് ബിഗ് ബോസ് സീസൺ 9 കാണണം. അഗ്നിപരീക്ഷയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഓ മൈ ഗോഡ്, അത്യാവശ്യം കായികാധ്വാനമുള്ള പരിപാടിയാണ്. ചുമ്മാ ഒന്നും ഓഡിഷൻ ചെയ്ത് അകത്തേക്ക് വിടില്ല. ആൻഡ് ഇഫ് യു ആർ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വർക്കൗട്ട്സും കാര്യങ്ങളും പിന്നെ ബോഡി ഫിറ്റാക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തോളൂ. നമുക്ക് ഇനഫ് സമയമില്ല. ആൻഡ് ഈ അഗ്നിപരീക്ഷയുടെ ഞാൻ കുറച്ച് എപ്പിസോഡ്സ് ലാംഗ്വേജ് അത്രയ്ക്ക് മനസ്സിലാവില്ലെങ്കിലും ഞാൻ കണ്ടു. ഫസ്റ്റത്തെ 2 എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഒഡീഷൻ തന്നെയാണ്. അത് അവർ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് മണ്ടത്തരം പൊട്ടത്തരം കാണിച്ചു കഴിഞ്ഞാലും ഈ ഒഡീഷനിലൂടെ പുറത്ത് വിടും. സോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഒഡീഷന് പോവുക. ഇപ്പോൾ ചിലരിപ്പോൾ ഡാൻസ് കളിക്കാൻ അറിയുന്നവർ, പാട്ട് പാടാൻ അറിയുന്നവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവർ എന്ത് ചെയ്യും? നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഈ സ്റ്റാൻഡപ്പ് കോമഡി പോലെ പറയാം. അല്ലാത്തവരിപ്പോൾ എന്താ ചെയ്യുക അല്ലേ? ഞാൻ ആളുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ പുള്ളി ബോഡി ബിൽഡറൊക്കെ എന്തോ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പുഷപ്പ് എടുക്കുന്നത് ആൻഡ് നമ്മളിങ്ങനെ ദേഹം ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയിട്ട് കൈ വെച്ച് നടക്കുന്ന സംഭവം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ എന്തൊരു പെർഫോമൻസ് ചെയ്തു. പക്ഷേ ആളൊക്കെ ഔട്ടായിപ്പോയി. പിന്നെ കുറച്ച് പ്രായമായിട്ടുള്ളവരും വന്നിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു കുറച്ചൊരു 50+, 55+, ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ല, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും ഭയങ്കര ഹെവി ടാസ്കുകളാണ് ഇതിൽ വരുന്നത്. ലൈക്ക് ഇപ്പോൾ പിന്നെ നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളൊരു മെൻ്റൽ എബിലിറ്റി അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ നമ്മൾ വേദന നമുക്ക് സഹിക്കാൻ പറ്റുമെന്ന് അറിയാനാണ്. വാക്സൊക്കെ ആണുങ്ങൾക്ക് വാക്സ് ഒന്നും ചെയ്യാൻ പരിചയമില്ലല്ലോ, പെണ്ണുങ്ങൾക്ക് പിന്നെ പരിചയമുണ്ട്. ആണുങ്ങളുടെ ദേഹത്ത് ഇങ്ങനെ വാക്സ് വെച്ച് വലിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ ഫോൺ തല്ലി പൊളിക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ടാസ്കുകൾ വരുന്നത്. ആൻഡ് ഈ ഒരു ടാസ്കുകൾ പിന്നെ നമുക്കൊരു ഷോക്ക് തരുന്ന പോലെ, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഷോക്ക് തരുന്നു, അങ്ങനത്തെ ടാസ്കുകളാണ്. സോ നമ്മൾ മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആയവരെ മാത്രമാണ് അഗ്നിപരീക്ഷയിലേക്ക് തന്നെ ആക്കുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാൻ അത്രയ്ക്കും ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ബി പ്രിപ്പയർഡ്, വെൽ പ്രിപ്പയർഡ് ആയിരിക്കുക. നിങ്ങൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിരിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം.